സഞ്ചാരിയുടെ ഡയറി കുറിപ്പുകൾ നമുക്ക് വീണ്ടും തുറക്കാം. അമേരിക്കയിലൂടെ ഉണ്ടായിരുന്ന യാത്രയെക്കുറിച്ചായിരുന്നു സഞ്ചാരം കഴിഞ്ഞ എപ്പിസോഡുകൾ പലതും പോയിരുന്നത്. അവിടെയുള്ള അനുഭവങ്ങൾ വളരെ വ്യത്യസ്തമായിരുന്നു എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ പറയുകയും ചെയ്തു. വീണ്ടും ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ യാത്രാപഥങ്ങളോടൊപ്പം നമുക്കും സഞ്ചരിക്കാം. എങ്ങനെയാണ് അവിടുത്തെ ഒരു പൊതു ഗതാഗത സംവിധാനമൊക്കെ നടക്കുന്നത്? അല്ല, അമേരിക്കയിൽ പൊതുഗതാഗത സംവിധാനങ്ങളെല്ലാം തന്നെയുണ്ട്. പക്ഷേ എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചത്, നമ്മുടെ നാട്ടിലെ പോലെയോ മറ്റ് പല നാടുകളിലെ പോലെയോ അത്ര സജീവമല്ല. അതായത് റെയിൽവേ ലൈൻ മിക്കവാറും എല്ലാ പട്ടണങ്ങളെയും കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ദിവസം 1-2 ട്രെയിനാണ് ആ റൂട്ടിലൂടെ പലപ്പോഴും സർവീസ് നടത്തുന്നത്. പാസഞ്ചർ ട്രെയിനുകൾ ചരക്ക് നീക്കത്തിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ആംട്രാക്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് പാസഞ്ചർ ട്രെയിൻ സർവീസ് അമേരിക്കയിൽ നടത്തുന്നത്. പ്രൈവറ്റ് കമ്പനിയാണത്? പ്രൈവറ്റ് അല്ല, ഗവൺമെൻറ്റും, അതൊരു ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു കോർപ്പറേഷനോ മറ്റാണ്. എന്നാൽ ബസ് സർവീസ് ആവട്ടെ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ബസ് സർവീസുകളേ ഇല്ലെന്ന് വേണേൽ പറയാം. സിറ്റി സർവീസ്, ലോക്കൽ സിറ്റി അഡ്മിനിസ്ട്രേഷൻ നടത്തുന്ന ബസ് സർവീസുകളുണ്ടായിരിക്കാം. പക്ഷേ ദീർഘദൂരമോ നമ്മുടെ KSRTC എന്നൊക്കെ പറയുന്നത് പോലെയോ അമേരിക്കയിലെ ഒരു സ്റ്റേറ്റിലെ പൂർണ്ണമായും സർവീസ് നടത്തുന്നതായ സർവീസുകളൊന്നുമില്ല. പ്രൈവറ്റ് കമ്പനിയായ ഗ്രേഹോണ്ട് ഒക്കെ പോലുള്ള ചില മെഗാ ബസ് എന്നൊക്കെ പറയുന്ന ചില കമ്പനികൾ അമേരിക്കയിലും കാനഡയിലും ആകെ സർവീസ് നടത്തുന്നുണ്ട്. പക്ഷെ അവരും നിരന്തരം 1 മണിക്കൂർ ഇടവിട്ടോ, നമുക്കിപ്പോൾ കൊച്ചിയിൽ നിന്ന് കോഴിക്കോട്ടേക്കോ തിരുവനന്തപുരത്തേക്കോ യാത്ര ചെയ്യണമെങ്കിൽ ഓരോ മണിക്കൂറോട്ട് ബസ്സുകൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പലപ്പോഴും 1-2-3 ബസ്സുകളെ പല പട്ടണങ്ങളെയും തമ്മിൽ കണക്ട് ചെയ്ത് ഒരു ദിവസം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ബുക്ക് ചെയ്ത് യാത്ര ചെയ്യുക എന്നത് ദിവസത്തിൽ 2-3 മാത്രമുള്ളൊരു ബസ്സിനെ ആശ്രയിച്ച് വേണം എന്നതാണ്. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. സ്വകാര്യ വാഹനങ്ങൾ കൂടുതലുള്ളതുകൊണ്ടാണോ അങ്ങനെ ഒരു? സ്വകാര്യ വാഹനങ്ങൾ വാങ്ങാനുള്ള സാധ്യത കൂടുതലും സ്വകാര്യ വാഹനങ്ങൾ ഓടിക്കാനുള്ള സൗകര്യം കൂടുതലും, അതായത് പാതകളും എക്സ്പ്രസ് വേകളുമായി തലങ്ങും വിലങ്ങും രാജ്യത്തെ കണക്ട് ചെയ്യുന്ന ഗംഭീരമായ അടിസ്ഥാന സൗകര്യങ്ങളുള്ളതുകൊണ്ട് എല്ലാ മനുഷ്യർക്കും ഇഷ്ടം ഈ പൊതുഗതാഗത സംവിധാനത്തിൻ്റെ ഈ പറഞ്ഞ സമയനിഷ്ഠ പാലിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടമുള്ളപ്പോൾ എൻ്റെ കാറുമായി ഇഷ്ടമുള്ള വഴിയിലൂടെ ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള അത്ര വേഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യസഹജമായ സ്വാതന്ത്ര്യമുണ്ടല്ലോ, അതാണ് ഇവർ ആസ്വദിക്കുന്നത്. പലപ്പോഴും ഞാൻ പലപ്പോഴും അമേരിക്കയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പല കാര്യങ്ങളിലും ഞാൻ ചിന്തിക്കാറുണ്ട്. അമേരിക്ക ആയിരിക്കില്ലേ നാളെ ഇന്ത്യയുടെ മുന്നിൽ ഒരു മാതൃകാ രാഷ്ട്രമായി അടിസ്ഥാന സൗകര്യങ്ങളുടെയും പൊതുഗതാഗത സംവിധാനത്തിൻ്റെ ഒക്കെ കാര്യത്തിൽ നമ്മുടെ മുമ്പിലുള്ള മാതൃകയായി മാറേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ തന്നെ ഈ പൊതുഗതാഗത സംവിധാനത്തിനുപരിയായിട്ട്, പൊതുഗതാഗത സംവിധാനത്തോടൊപ്പം തന്നെ ഈ സ്വകാര്യ കാറുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരു കാലത്തിന് വേണ്ട ഒരുക്കങ്ങൾ കൂടി ചെയ്യേണ്ടതല്ലേ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ചെയ്തു തുടങ്ങണം. അപ്പോൾ തന്നെ വലിയ തിരക്കും പ്രശ്നങ്ങളും അല്ലേ? നമ്മൾ റെയിൽവേ ലൈൻ ഇരട്ടിപ്പിക്കുകയും അതിവേഗ ട്രെയിനുകൾ ഓടിക്കുകയും ചെയ്താൽ ഗതാഗത പ്രശ്നങ്ങൾ തീരുമെന്ന് പറയുന്നത് ഭാഗികമായി മാത്രം നടക്കുന്നൊരു കാര്യമാണ്. കേരളവും മറ്റ് സംസ്ഥാനങ്ങളും ഒക്കെ തെക്ക് വടക്ക് അല്ലെങ്കിൽ അവരുടെ ആ ഭൂപ്രദേശത്തിനെ തലങ്ങും വിലങ്ങും ബന്ധിപ്പിക്കുന്ന രീതിയിൽ നല്ല പാതകൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഓരോ വ്യക്തിയും, നമുക്കറിയാം, ഒരു 15 കൊല്ലം മുമ്പ് നമ്മുടെ വീടുകളിൽ ഒരു കാർ എന്നത് പോലും വലിയ ആഡംബരത്തിൻ്റെ ലക്ഷണമായിരുന്നെങ്കിൽ ഇന്ന് മിക്കവാറും പല വീടുകളിലും 1-ലേറെ കാറുകൾ ആയിക്കഴിഞ്ഞു. 1-ലേറെ കാറുകൾ എന്നത് ഒരു അത്ഭുതമല്ലാതായിരിക്കും, ആഡംബരമല്ല, അത്യാവശ്യമാണെന്നുള്ള അവസ്ഥ. ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ 2 പേർക്കും കാർ ആവശ്യമാണെന്ന് വന്നിരിക്കുന്നു. മക്കൾ ആ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നതെങ്കിൽ അവർ വിവാഹം കഴിക്കുന്നതോടുകൂടി 3ാമത്തെ കാർ എത്തുന്നു. അവിടെയും ഈ പറഞ്ഞതുപോലെ കാറുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. ഓരോ വ്യക്തിക്കും ഓരോ കാർ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ കേരളത്തിലെ 3.5 കോടി ജനത്തിൽ ഏകദേശം 1.5 കോടി ജനത്തിനെങ്കിലും ഒരു കാറ് എന്ന നിലയിലേക്ക് നമ്മൾ അടുത്ത കാലത്ത് വളർന്നാൽ അത് വലിയൊരു ഗതാഗത പ്രതിസന്ധി കേരളത്തിൽ സൃഷ്ടിക്കും എന്ന് നമ്മൾ ചിന്തിക്കുന്നത് അമേരിക്കയിലൂടെയുള്ള യാത്രകൾക്കിടയിലാണ്. പക്ഷേ എങ്കിലും ഞാൻ അമേരിക്കയിൽ ചെല്ലുമ്പോഴും കൂടുതലായി ആശ്രയിക്കുന്നത് പൊതുഗതാഗത സംവിധാനങ്ങളെ തന്നെയാണ്. കാരണം ഒന്നാമത് ഈ കാർ റെൻറ്റ് ചെയ്ത് എനിക്ക് ഓടിക്കാൻ ആളില്ല എന്നതുകൊണ്ട് തന്നെ ഓടിക്കാൻ പോയാൽ ഷൂട്ടിംഗ് നടക്കില്ല. രണ്ടാമത് ഈ പൊതുഗതാഗത സംവിധാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു ജീവിത കാഴ്ച കൂടി ലഭിക്കുന്നു. ജീവിതത്തിൻ്റെ നേർക്കാഴ്ച കിട്ടും. പൊതുഗതാഗത സംവിധാനങ്ങളുടെ സിസ്റ്റം, അത്തരം റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, അവിടുത്തെ ജീവിതം, അതിനുള്ളിലെ വാഹനത്തിനുള്ളിലെ കാഴ്ചകൾ, അതിലിരുന്ന് തന്നെ ഒരു ബസ്സിലാണെങ്കിലും ട്രെയിനിലിരുന്നാണെങ്കിലും കാറിലിരുന്ന് എന്നതിനേക്കാൾ കുറച്ചുകൂടി ഉയരത്തിൽ നിന്ന്
കുറച്ചുകൂടെ വിശാലമായ ലോകത്തിൻ്റെ കാഴ്ചകളിലേക്ക് ക്യാമറ തിരിക്കാൻ കഴിയും. ഈ ഷിക്കാഗോയിൽ നിന്ന് ഞാൻ പിന്നീട് പോയത് ഡിട്രോയിറ്റ് എന്ന് പറയുന്ന ഒരു പ്രമുഖ പട്ടണത്തിലേക്കാണ്. ഈ ഡിട്രോയിറ്റ് ലോക ചരിത്രത്തിൽ തന്നെ വളരെ പ്രാധാന്യമുള്ളൊരു നഗരമാണ്. ആധുനിക കാലത്ത് പ്രത്യേകിച്ച് 1905-6 മുതൽ പിന്നീട് ഒരു 70 വർഷത്തോളം ലോകത്തിൻ്റെ ഓട്ടോമൊബൈൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഡിട്രോയിറ്റ് ആയിരുന്നു. അതായത് ലോകത്തെ ഭരിച്ച ഓട്ടോമൊബൈൽ കമ്പനികളുടെ എല്ലാം ഒരു കാലത്തെ ആസ്ഥാനം ഈ ഡിട്രോയിറ്റ് ആയിരുന്നു. അത് നമുക്ക് അത്ഭുതമായിട്ട് തോന്നും. അതിന് തുടക്കം കുറിച്ചത് ഹെൻറി ഫോർഡാണ്. ഫോർഡ് തൻ്റെ കാർ ഫാക്ടറി ആദ്യം ആരംഭിക്കുന്നത് ഈ ഡിട്രോയിറ്റിലാണ്. ഡിട്രോയിറ്റിന് സമീപമുള്ള തൊട്ടടുത്ത് തന്നെയുള്ള ഡിയർബോൺ എന്ന് പറയുന്ന പട്ടണത്തിലാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നത്. സ്വന്തം നാട്ടിൽ അദ്ദേഹം ആരംഭിച്ച കാർ ഫാക്ടറിയിൽ നിന്നാണ് അമേരിക്കയിൽ തന്നെ ഒരു വ്യവസായ വിപ്ലവത്തിൻ്റെ ഉദയം കുറിക്കുന്നത്. വ്യവസായ വിപ്ലവത്തിന് ഇതെങ്ങനെ ഉദയം കുറിച്ചു എന്ന് ചോദിച്ചാൽ, കാറ് എന്നൊരു പുതിയ വാഹനം രംഗപ്രവേശം ചെയ്യുന്നതോടുകൂടി കാറ് അതിനു മുമ്പേ കണ്ടുപിടിക്കപ്പെട്ടിരുന്നു, അതിനു മുമ്പേ പ്രചാരത്തിലുണ്ടായിരുന്നു. പക്ഷേ ഫോർഡിൻ്റെ കാറുകളാണ് ജനകീയമായ ആദ്യത്തെ വാഹനം. അസംബ്ലി ലൈൻ ടെക്നോളജിയിലൂടെ സാധാരണക്കാർക്കൊക്കെ കാറ് വാങ്ങാമെന്ന സ്ഥിതി വരികയും അമേരിക്കൻ സമ്പന്നരും ഇടത്തരക്കാരും മുഴുവൻ കാറുകൾ വാങ്ങുകയും ചെയ്തതോടുകൂടി വലിയൊരു വിപ്ലവത്തിന് കളവൊരുങ്ങി. കാറ് വാങ്ങൽ, കാർ ഉൽപ്പാദനം എന്ന് പറയുന്ന വിപ്ലവം മാത്രമല്ല, കാറിൻ്റെ അനുബന്ധ വ്യവസായങ്ങൾ എന്ന് പറയുന്നൊരു വിപ്ലവം കൂടി. ഒരു കാറിന് വേണ്ടി ഇരുമ്പ് ഉരുക്ക് വ്യവസായം വളരേണ്ടതുണ്ട്. ഓരോ വീട്ടിലേക്കും 1 ടണ്ണല്ലേ 1.5 ടൺ വീതം ഇരുമ്പും ആവശ്യമായിട്ട് വരികയാണ് ഒരു കാർ വരുമ്പോൾ. ടയറിൻ്റെ ഉൽപ്പാദനം ആവശ്യമായിട്ട് വരുന്നു, സ്പെയർ പാർട്സിൻ്റെ ആവശ്യം വരുന്നു. ഇതൊക്കെ കൂടാതെ തന്നെ പെട്രോൾ, എല്ലാ കാറിനും പെട്രോൾ എല്ലാ ദിവസവും ആവശ്യമുണ്ട്. എന്ന് മാത്രമല്ല, ഈ പെട്രോള് എല്ലാ പാതയോരത്തും ആവശ്യമായി വരുന്നു. ലോകത്തെ എല്ലാ നഗരത്തിലും എല്ലാ നഗരപ്രാന്തത്തിലും പെട്രോൾ പമ്പുകൾ ആവശ്യമായിട്ട് വരുന്നു. പെട്രോൾ പമ്പുകളുടെ ചെയിൻ കമ്പനികൾ ഉണ്ടാകുന്നു. അത് സപ്ലൈ ചെയ്യാനും വിതരണം ചെയ്യാനുള്ള കമ്പനികൾ ഉണ്ടാകുന്നു. എണ്ണ ഖനനം ചെയ്യാനുള്ള കമ്പനി ഉണ്ടാകുന്നു. അതിനെ പ്രോസസ്സ് ചെയ്യാനുള്ള കമ്പനികളുണ്ടാകുന്നു. അങ്ങനെ എണ്ണയുടെ മേഖലയിൽ, ഇരുമ്പുരുക്കിൻ്റെ മേഖലയിൽ, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ പെയിൻറ്റിൻ്റെ പോലും മേഖലകളിൽ വലിയ വിപ്ലവം ഉണ്ടാകുന്നു. ഇതിനൊക്കെ പുറമെ ഈ കാളവണ്ടിയോ കുതിരവണ്ടിയോ തീവണ്ടിയോ ഓടിയിരുന്ന ഭൂമിയിലൂടെ കാർ ഓടാനുള്ള പുതിയ പാതകൾ ആവശ്യമായിട്ട് വരുന്നു. അപ്പോൾ ഈ ടാറിട്ട പാതകൾ, കാറിൻ്റെ ടയറിന് സുഗമമായിട്ട് യാത്ര ചെയ്യാവുന്ന പുതിയ തരം പ്രതലമുള്ള പാതകൾ ആവശ്യമായിട്ട് വരുന്നു. അത് ലോകം മുഴുവൻ അടിസ്ഥാന സൗകര്യ വികാസത്തിന് പുതിയൊരു മാനം കൊടുക്കുന്നു. ലോകമാകെ പുതിയ സാധ്യതകളുള്ള വ്യവസായങ്ങൾ തഴച്ചു വളരുന്നു. പുതിയ പുതിയ വ്യവസായികൾ രംഗപ്രവേശം ചെയ്യുന്നു. പഴയ വ്യവസായങ്ങൾ പലതും അപ്രസക്തമാകുന്നു. കുതിര കച്ചവടക്കാരും കുതിരവണ്ടി കച്ചവടക്കാരും അതിനുവേണ്ടി ചക്രം പണിയുന്നവനും ഒക്കെ അപ്രസക്തരായി മാറുന്നു. കുതിരകൾക്ക് കൂടി പ്രവേശനമുള്ള സത്രങ്ങൾ കാറുകൾ കൂടി പാർക്ക് ചെയ്യാൻ കഴിയുന്ന മോട്ടലുകളായി മാറി പല സത്രങ്ങളും. അങ്ങനെ ഹോട്ടൽ ഇൻഡസ്ട്രി, ആളുകൾ ദീർഘദൂര യാത്രകൾ ചെയ്യാൻ തുടങ്ങിയതോടുകൂടി വഴിയോരത്ത് റെസ്റ്റോറൻറ്റുകൾ, ഹോട്ടലുകൾ, അവർക്ക് രാത്രി പാർക്കാനുള്ള പുതിയ സത്രങ്ങൾ, ഇതൊക്കെ ആവശ്യമായിട്ട് വരുന്നു. അതോടെ ഈ വഴിയാത്രക്കാർക്ക് അല്ലെങ്കിൽ ദീർഘയാത്രക്കാർക്ക് വേണ്ടി ഓരോ ഗ്രാമങ്ങളിലും നഗരപ്രാന്തങ്ങളിലും ധാരാളം ചെയിൻ ഓഫ് ഹോട്ടൽസ് ഉണ്ടാകുന്നു. യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടി കാർ യാത്രക്കാർക്കുള്ള റെസ്റ്റോറൻറ്റുകളുടെ ചെയിൻ ഉണ്ടാകുന്നു. മാക്ഡൊണാൾഡും KFC ഒക്കെ ഉദയം ചെയ്തതും വളർന്നതും ഇത്തരം യാത്രികർക്ക് വേണ്ടിയുള്ള ചെയിൻ ഓഫ് ഹോട്ടൽസ് ആയിട്ടാണ്. അങ്ങനെ അമേരിക്ക എന്ന രാഷ്ട്രത്തെ ആധുനിക കാലത്തെ ഒരു വ്യവസായ ഭീമനാക്കി വളർത്തുന്നതിൽ ഹെൻറി ഫോർഡ് എന്ന ഒറ്റ വ്യക്തിയുടെ സംഭാവന ചെറുതല്ല. ലോകത്തെ മുഴുവൻ കാർ വ്യവസായത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായി ഈ ഡിട്രോയിറ്റ് ഒരു കാലത്ത് വളർന്നു, 1970-കൾ വരെ. അതൊരു അത്ഭുതകരമായ കുതിപ്പായിരുന്നു. ഫോർഡ് മാത്രമല്ല, ജനറൽ മോട്ടോഴ്സിൻ്റെ ആസ്ഥാനവും ഈ ഡിട്രോയിറ്റാണ്. ഇവർക്കൊക്കെ ഒരു കാറല്ല, ഒരു ബ്രാൻഡല്ല. ജനറൽ മോട്ടോഴ്സിന് 8-10 ബ്രാൻഡുകളിലാണ്. ഷെവർലെ അവരുടെയാണ്, അങ്ങനെ പലതും. ബുയിക്ക് അവരുടെയാണ്. പല ബ്രാൻഡ് നെയിമുകളിൽ അവർ കാറുകൾ പുറത്തിറക്കുന്നുണ്ട്. കാഡിലാക്ക് ജനറൽ മോട്ടോഴ്സിൻ്റെയാണ്. ഫോർഡിന് തന്നെ പല ബ്രാൻഡുകളുണ്ട്. ലിങ്കൺ അവരുടെയാണ്. ഇങ്ങനെ പല ബ്രാൻഡുകളിൽ നമ്മളിന്ന് കേട്ടിട്ടുള്ള ആഡംബര കാറുകളും അല്ലാത്തതുമായ നിരവധി ബ്രാൻഡിൽ കാറുകൾ പുറത്തിറക്കാൻ തുടങ്ങി. ഈ ഡിട്രോയിറ്റ് ഒന്ന് കാണേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. കാരണം ഓട്ടോമൊബൈൽ വ്യവസായത്തിൻ്റെ ക്യാപിറ്റൽ ഒരു ടൂറിസ്റ്റ് സെൻ്ററൊന്നുമല്ല. പക്ഷേ എനിക്കൊരു കൗതുകം തോന്നിയത്
ഇത്തരമൊരു നഗരം വേറെ ലോകത്തില്ലല്ലോ. അതെ. ഒരു വലിയ വ്യവസായം ലോകം മുഴുവൻ പടർന്നു പിടിച്ചത്, വളർന്നു കയറിയത് ഈ ചെറിയ പട്ടണത്തിൽ നിന്നാണ്. ആ പട്ടണത്തിൽ ജനിച്ച് വളർന്ന് അവിടെ തന്നെ മരിച്ച ഹെൻറി ഫോർഡ് എന്ന ഒരു പ്രതിഭാശാലി, അയാളാണ് ഇതിനെല്ലാം തുടക്കമിട്ടത്. അപ്പോൾ അവിടേക്ക് പോകാൻ തീരുമാനിച്ചത് ഞാൻ ട്രെയിനിലാണ്. അത് ഈ ഷിക്കാഗോയിൽ നിന്ന് വോൾവറിൻ എന്ന് പറയുന്ന ഒരു ട്രെയിനുണ്ട്. വോൾവറിൻ എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിൻ റൂട്ടിൻ്റെ പേരാണ്. നമ്മൾ വേണാട് എക്സ്പ്രസ് എന്നൊക്കെ പറയുന്നത് പോലെ, വഞ്ചിനാട് എന്നൊക്കെ പറയുന്ന പോലെ ഒരു 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 റൂട്ടിൻ്റെ പേരാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക ട്രെയിനിൻ്റെ ഒരു സമയത്ത് ഓടുന്ന ട്രെയിനിൻ്റെ പേരാണ്. അപ്പോൾ ഈ വോൾവറിന് വൈകുന്നേരം 6 മണിക്കാണ് ഷിക്കാഗോയിൽ നിന്ന് പുറപ്പെടുന്നത്. പല സമയത്ത് പുറപ്പെടുന്നുണ്ട്. പക്ഷേ ഈ വൈകുന്നേരം 6 മണിക്കാണെങ്കിൽ എനിക്ക് ആ ഒരു ദിവസത്തെ ചിത്രീകരണമൊക്കെ കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കയറിയാൽ രാത്രി 12:30 ഇത് ഡിട്രോയിറ്റിലെത്തും. സൗകര്യപ്രദമാണ്. അപ്പം ഞാൻ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെ ഉള്ള ഒരു ഹോട്ടലും ബുക്ക് ചെയ്തു. കാരണം ഈ രാത്രി 12:30 ചെല്ലുമ്പോൾ നമുക്ക് നടന്ന് പോകണം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. അത് 2 ബ്ലോക്ക് നടന്നാൽ എത്താവുന്ന ഒരു ഹോട്ടലാണ്. അപ്പോൾ ഞാനിതെല്ലാം ഇങ്ങനെ കൃത്യമായി മാപ്പ് നോക്കി ആ ടൈമിങ്, അവിടെ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ ഹോട്ടലിലേക്ക് എളുപ്പത്തിലെത്താം, അതിന് ഏറ്റവും കൺവീനിയൻ്റ് ആയതും നിരക്ക് ഏറ്റവും കുറഞ്ഞതും ഏറ്റവും സൗകര്യപ്രദമായതും വൃത്തിയുള്ളതും ഒക്കെ ആയ ഒരു ഹോട്ടൽ കണ്ടുപിടിക്കും ഞാൻ ഈ നെറ്റിലൂടെ. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി 6 മണിക്ക് 1 മണിക്കൂർ മുമ്പ് തന്നെ ഞാൻ സ്റ്റേഷനിലെത്തി. ഏതാണ്ട് ഒരു 5 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ സ്റ്റേഷനിലെത്തുന്നു. ഈ ഷിക്കാഗോ യൂണിയൻ സ്റ്റേഷൻ എന്ന് പറയുന്ന അവിടുത്തെ പ്രധാന സ്റ്റേഷൻ, അതൊരു വലിയ സംഭവം തന്നെയാണ്. കാരണം ഈ ഷിക്കാഗോ യൂണിയൻ സ്റ്റേഷനിൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ നമ്മളൊരു സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ, അല്ലെങ്കിൽ ഒരു വലിയ മ്യൂസിയം കെട്ടിടത്തിൻ്റെ, അല്ലെങ്കിൽ ഒരു കൊട്ടാരക്കെട്ടുകളുടെ ഒക്കെ ഒരു രൂപഭാവങ്ങളുള്ള ഒരു ക്ലാസിക് നിർമ്മിതിയാണ്. അതിഗംഭീരമായൊരു നിർമ്മിതി. ഇതിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യ വാതിൽ തുറന്ന് തന്നെ നമ്മൾ കയറി ചെല്ലുന്നത് നല്ല തണുപ്പുള്ള എയർ കണ്ടീഷൻ ചെയ്ത ഒരു വലിയ ഹോളിലേക്കാണ്. ഈ ഹോള് ഭൂമിക്കടിയിലേക്ക് കിടക്കുകയാണ്. അതിവിശാലമായ കുറേ പടവുകൾ, മാർബിൾ പടവുകൾ ഇറങ്ങി ചെല്ലുന്നത് വലിയൊരു തളത്തിലേക്കാണ്. ഒരു 3 നില 4 നില കെട്ടിടത്തിൻ്റെ ഉയരമുള്ള ഒറ്റ ഹാൾ, അതിഗംഭീരമായ ശില്പവിദ്യകളോടുകൂടിയുള്ള ഭിത്തികൾ, അതിൻ്റെ മച്ചും മേൽക്കൂരയാവട്ടെ ഗ്ലാസ് ഇട്ടിരിക്കുന്നു. അതുകൊണ്ട് സൂര്യപ്രകാശം നേരെ ഈ കെട്ടിടത്തിനകത്തേക്ക് വീഴും. അതിമനോഹരമായ ഒരു ക്ലാസിക് മന്ദിരത്തിനകത്തേക്ക് നമ്മൾ ചെല്ലുക. ഇതൊരു റെയിൽവേ സ്റ്റേഷനാണെന്ന് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് അവിടെ ചെല്ലുന്നില്ലെങ്കിൽ ഇതേതോ വലിയ പ്രൗഢമായ ഒരു മ്യൂസിയമോ ഒരു ഓപ്പറ ഹൗസോ ഒരു പാലസിൻ്റെ പ്രധാന ഹാളോ മറ്റോ ആണെന്നേ നമ്മൾ ധരിക്കുകയുള്ളൂ. അതിൻ്റെ നടുക്ക് ഒരു ചെറിയ ഒരു മണ്ഡപമുണ്ട്. അവിടെ ഒരു കൗണ്ടർ. അതാണ് ഈ ആംട്രാക്കിൻ്റെ എൻക്വയറി ഒക്കെ നമുക്ക് നടത്താവുന്ന ഒരു സ്റ്റേഷനാണ്. അവിടെ 1-2 ഉദ്യോഗസ്ഥന്മാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെന്നാൽ, സാധാരണ ഞാൻ ഇത്തരം യാത്രകളിലൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ബോർഡിൽ നിങ്ങൾ യാത്ര ചെയ്യുന്ന ട്രെയിനിൻ്റെ നമ്പർ ഉണ്ടാവും, പോകുന്ന സ്ഥലം. ഇപ്പോൾ ഡിട്രോയിറ്റിലേക്ക് പോകുന്ന ഇത്ര നമ്പർ ട്രെയിൻ, അത് ഇന്ന പ്ലാറ്റ്ഫോമിൽ വരുമെന്നും ഇത്ര മണിക്ക് പുറപ്പെടുമെന്നും അവിടെ ഒരു എഴുതി വെച്ചിട്ടുണ്ടാവും. സാധാരണ എല്ലായിടത്തും അങ്ങനെയാണ്. ഈ ബോർഡിൽ, ഈ റെയിൽവേ സ്റ്റേഷനിലെ ബോർഡിൽ ഈ വിവരങ്ങളൊന്നുമില്ല. അതിൽ ഇത്ര മണിക്ക് വോൾവറൈൻ എന്ന ട്രെയിൻ ഡിട്രോയിറ്റിലേക്ക് പുറപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ട്രെയിൻ ഡിട്രോയിറ്റിലേക്കല്ല. അതാണ് രസകരമായ കാര്യം. ഡിട്രോയിറ്റ് എന്ന വാക്കേ ഇതിനകത്തെങ്ങുമില്ല. ഇത് ഡിട്രോയിറ്റും കഴിഞ്ഞ് ഒരു 3 സ്റ്റേഷൻ കൂടി കഴിഞ്ഞുള്ള പോണ്ടിയാക്ക് എന്ന് പറയുന്ന സ്റ്റേഷൻ വരെ ഈ ട്രെയിൻ പോകും. അപ്പോൾ അതിനിടയ്ക്കുള്ളൊരു സ്റ്റേഷനാണ് ഡിട്രോയിറ്റ്. പോണ്ടിയാക്ക് ഡിട്രോയിറ്റിനേക്കാൾ പ്രാധാന്യം കുറഞ്ഞൊരു പട്ടണമാണെങ്കിലും ഈ ട്രെയിനിൻ്റെ അവസാന സ്റ്റോപ്പ് അവിടെയാണ്. അപ്പോൾ ഞാൻ ഡിട്രോയിറ്റ് അന്വേഷിച്ച എനിക്ക് ആ ബോർഡിൽ ഡിട്രോയിറ്റ് എന്ന പേരേ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഒടുവിൽ ട്രെയിൻ നമ്പരും പോകുന്ന സമയവുമായി ഒത്തുനോക്കിയിട്ടാണ് ഇതായിരിക്കാം ആ ട്രെയിനിന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അപ്പോഴും പ്രശ്നം, ഏത് ട്രാക്കിൽ ഇത് വരും, ഏത് പ്ലാറ്റ്ഫോമിൽ വരും, അതൊരു വിവരവുമില്ല. അപ്പോൾ ഞാൻ ഈ ആംട്രാക്കിൻ്റെ കൗണ്ടറിൽ ചെന്ന് ചോദിച്ചു. കൗണ്ടറിൽ ഒരു ചെറിയ മണ്ഡപം, അവിടെ ഒരാൾ നടക്കുകയാണ് അതിന് ചുറ്റും, ഒരു ഉദ്യോഗസ്ഥൻ. ഞാനവിടെ ചോദിച്ചു ഈ ട്രെയിൻ എപ്പോഴാണ്? പറയും അനൗൺസ് ചെയ്യും, താങ്കൾ പോയി ഇരിക്കൂ. ഞാൻ പോയിരുന്നു. പക്ഷേ ഇരിക്കാൻ നേരമില്ല. കാരണം അതിഗംഭീരമായ ഒരു റെയിൽവേ സ്റ്റേഷൻ കെട്ടിടത്തിനകത്ത് ചെന്നിട്ട് അരമണിക്കൂർ ഇരിക്കുക എന്ന് പറയുന്നതല്ലല്ലോ പ്രധാനം. കാണുകയല്ല, ചിത്രീകരിക്കുക എന്നുള്ളതാണ്. ഞാൻ അതിൻ്റെ ഓരോ സ്ക്വയർ ഇഞ്ചും പകർത്തിക്കൊണ്ട് 1 മിനിറ്റ് പോലും കളയാതെ അതിനകത്തോടെ നടന്നു. അതൊക്കെ നമ്മൾ സഞ്ചാരത്തെ കാണിക്കുകയും ചെയ്തതാണ്. ഒരു 15 മിനിറ്റ് മുമ്പ് ഒരു അനൗൺസ്മെൻറ്റ് വരുന്നു. പോണ്ടിയാക്കിലേക്ക് പോകുന്ന വോൾവറൈൻ ട്രെയിനിൽ യാത്രക്കാർ ലൈനപ്പ് ചെയ്യണം. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. ലൈനപ്പ് ചെയ്യുക
ഈ ഓട്ടത്തിനൊക്കെ ലൈനപ്പ് ചെയ്യുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോഴേക്കും അവിടുന്ന് ഇവിടുന്നൊക്കെ യാത്രികർ ആ ബെഞ്ചുകളിൽ നിരത്തിയിട്ടിരിക്കുന്ന ബെഞ്ചുകളിൽ നിന്ന് കുറച്ച് ആളുകളേറ്റ് ഒരു ലൈൻ പെട്ടെന്ന് അവിടെ രൂപപ്പെട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എനിക്കും കൂടിയുള്ള അറിയിപ്പാണല്ലോ. ആ ലൈനിൻ്റെ പിന്നിലെ ഞാനും സ്ഥാനം പിടിച്ചു. കുറച്ച് നേരം അങ്ങനെ നിന്ന് കഴിയുമ്പോൾ ഈ ഉദ്യോഗസ്ഥൻ, ആ വട്ടം കറങ്ങിക്കൊണ്ടിരുന്ന ആ മണ്ഡപത്തിന് ചുറ്റും നടന്നിരുന്ന ഉദ്യോഗസ്ഥൻ വന്ന് എല്ലാവരോടുമായിട്ട് പറഞ്ഞു, ഫോളോ മീ. പിന്നെ അദ്ദേഹം ഞങ്ങളെ നയിച്ചുകൊണ്ട് ഒരു ജാഥയായി പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണ്. കുറേ നടക്കണം, പല ഭാഗങ്ങളിലൂടെ കടന്ന് ഏതൊക്കെയോ പ്ലാറ്റ്ഫോമുകൾ പിന്നിട്ട് ഞങ്ങൾ ഏതാണ്ട് 18ഓ 19ഓ ഏതോ ഒരു നമ്പർ പ്ലാറ്റ്ഫോം, ഇതൊന്നും പോലും എനിക്ക് നോക്കേണ്ടി പോലും വന്നില്ല. കാരണം മുമ്പിൽ ആളുണ്ടല്ലോ. അപ്പോൾ അത് രസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ ബോഗിയിൽ ആരൊക്കെ കയറണമെന്ന് തീരുമാനിക്കുന്നത് ഈ ഉദ്യോഗസ്ഥനാണ്. ആദ്യത്തെ ബോഗിയുടെ മുമ്പിൽ എത്തുമ്പോൾ മുമ്പിലുള്ള ആദ്യത്തെ ഒരു 10-15 പേരോട് ഇതിൽ കയറുമെന്ന് പറയും. ബാക്കിയുള്ളവരുമായിട്ട് വീണ്ടും നടക്കും. അടുത്ത ബോഗിയുടെ വാതിൽക്കൽ എത്തുമ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള അത്ര ആളുകളോട് ഇതിൽ കയറാൻ പറയും. അപ്പോൾ അങ്ങനെ ഏതാണ്ട് ഒരു മധ്യഭാഗത്തെ ബോഗി എത്തിയപ്പോഴേക്കും ഞാനും കയറി. അപ്പോൾ ഇതിനകത്തും നമുക്ക് സീറ്റ് പ്രത്യേകമായി നിഷ്കർഷിച്ചിട്ടൊന്നുമില്ല. കാരണം ഇഷ്ടംപോലെ സീറ്റുകളുണ്ട്. അപ്പോൾ ഞാനും വിൻഡോ സൈഡിലെ സുന്ദരമായൊരു സീറ്റൊക്കെ പിടിച്ച് അവിടെ ഇരുന്നു. എൻ്റെ നേരെ എതിർവശത്ത് ഒരു കുടുംബം, ഒരു ഭാര്യയും ഭർത്താവ് ഒരു കുട്ടിയും കൂടെ വന്നിരുന്നു. പക്ഷേ പൊതുവേ സീറ്റുകളൊക്കെ വിജനമാണ്. ഞാനിരുന്നതിന് തൊട്ടടുത്ത ഒരു ബോഗി എന്ന് പറയുന്നത് ഒരു പാൻട്രി കാറാണ്. അപ്പോൾ അവിടേക്കാണ് എല്ലാവരും, ട്രെയിൻ ഒന്ന് അനങ്ങി തുടങ്ങിയാൽ ഉടൻ എല്ലാവരും പാൻട്രിയിലേക്ക് ഓടും. ഈ പാൻട്രി കാർ എന്ന് പറയുന്നത് വലിയ നിബന്ധനകളൊന്നും നമ്മുടെ നാട്ടിലെ പോലെയില്ല. മദ്യം ഉൾപ്പെടെ എന്തും കിട്ടും. ലഘുഭക്ഷണം, ചിപ്സ്, അത്യാവശ്യം ചൂടുള്ള ഭക്ഷണം, ബിയർ, ഇങ്ങനെ എന്തും കിട്ടും. അതൊക്കെ വാങ്ങിക്കൊണ്ട് ഇരിപ്പിടത്തിലേക്ക് പോയി അവിടെ ഇരുന്ന് ബിയർ നോർന്ന് ലാപ്ടോപ്പിൽ അവരവൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഈ കൂടെ ചെറുപ്പക്കാരുണ്ട്, വായനയുടെ ലോകത്തുള്ളവരുണ്ട്. വലിയൊരു ശതമാനവും ചെവിയിലേക്ക് തിരികെ വെച്ച ഇയർഫോണിലൂടെ പാട്ടും ആസ്വദിച്ച് കുലുങ്ങിയിരിക്കുന്ന, എന്തിനാണ് ഇവർ കുലുങ്ങുന്നതെന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. സൂക്ഷിച്ച് നോക്കുമ്പോൾ ചെവിയിലേക്ക് പാട്ട് ചെല്ലുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള ചെറുപ്പക്കാരുണ്ട്. ആലിംഗനബദ്ധരായി ലോകം ഇവർക്ക് പിന്നിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണെന്നറിയാതെ കിടക്കുന്ന കമിതാക്കളുണ്ട് സീറ്റുകളിൽ. ഇങ്ങനെ പലതരം ആളുകളെ നമുക്ക് കാണാം. പക്ഷേ ഈ ട്രെയിനിനകം ചിത്രീകരിക്കുക അത്ര എളുപ്പമല്ല. കാരണം ഈ സ്വകാര്യത ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ആളുകളാണ് അമേരിക്കൻ ജനത. വികസിത രാജ്യങ്ങളിലെല്ലാം ഒരു ട്രെയിൻ യാത്രയിൽ ഒരു മൂന്നാമതൊരാളുടെ നേരെ അല്ലെങ്കിൽ രണ്ടാമതൊരാളുടെ നേരെ നമ്മൾ ക്യാമറ ചൂണ്ടുന്നത് പോലും അരോചകമായ ഒരു അനുഭവമാണ് അവർക്ക്. നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്തെന്ന് വിചാരിക്കുക, പുറത്തൊക്കെ ഷൂട്ട് ചെയ്തൊരു കുഴപ്പമില്ല, ഒരു കുഴപ്പവും അവർ പറയാറില്ല. പക്ഷേ എങ്കിലും ട്രെയിനിനുള്ളിൽ അല്ലെങ്കിൽ ഒരു വിമാനത്തിനുള്ളിൽ അല്ലെങ്കിൽ ബസ്സിനുള്ളിൽ ചിത്രീകരണം അവർ പ്രോത്സാഹിപ്പിക്കാറില്ല. അത് അവർ നോ എന്ന് പറയുന്നവരെ ഞാൻ ഒരിക്കലും ചിത്രീകരിച്ചിട്ടില്ല. അല്ലെങ്കിൽ അവരാരെങ്കിലും നോ പറയാൻ സാധ്യതയുള്ള ആളുകൾ സമീപത്തുള്ളപ്പോൾ ഞാൻ ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നതുകൊണ്ട് ഞാൻ പിടിക്കപ്പെട്ടിട്ടില്ല പലപ്പോഴും എന്നുള്ളതാണ് സത്യം. ഇങ്ങനെ യാത്ര കുറച്ച് പുറപ്പെട്ട് കഴിഞ്ഞ് ട്രെയിൻ നിർത്തി ഒരിടത്ത്. 1.5 മണിക്കൂർ അവിടെ കിടന്നു. ഒരറിയിപ്പുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് വന്നു, ഒരു സുരക്ഷാ പ്രശ്നമുണ്ടായി, അതുകൊണ്ട് എല്ലാ ബോഗിയും പരിശോധിക്കുകയാണ്. ഈ പരിശോധനയും കഴിഞ്ഞ് വീണ്ടും ട്രെയിൻ യാത്ര തുടർന്നു. നമ്മൾ വിചാരിക്കും അമേരിക്ക പോലൊരു രാജ്യത്ത് ട്രെയിൻ ഒരിക്കലും ലേറ്റായിട്ട് ഓടില്ല എന്ന്. കൃത്യസമയം പാലിക്കുന്ന തീവണ്ടിയുടെ മഹത്വം, റെയിൽവേ സംവിധാനങ്ങളുടെ കേമത്വം ഒക്കെ ഞാൻ പല കഥകളിലും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അമേരിക്കയിൽ 1.5 മണിക്കൂർ വൈകി ഓടുന്ന ഒരു തീവണ്ടിയിലിരുന്നാണ് ഞാൻ ഡിട്രോയിറ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ എൻ്റെ കണക്ക് കൂട്ടലുകൾ സമയത്തെ അടിസ്ഥാനമാക്കിയ പല റെയിൽവേ സ്റ്റേഷനും, അതായത് 12:30 പോയി നിൽക്കുന്ന സ്റ്റേഷനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഡിട്രോയിറ്റ് സ്റ്റേഷൻ. അതിലപ്പുറം എനിക്കൊന്നും അറിയില്ല. കാരണം ഡിട്രോയിറ്റ് അടുക്കാറാകുമ്പോഴേക്കും എൻ്റെ ബോഗിയിൽ, ഞാനിരുന്ന ബോഗിയിൽ ഞാൻ മാത്രമായി ആ പരിസരത്ത്. പിന്നെ ആ ബോഗിയുടെ അങ്ങേയറ്റത്ത് എവിടെയോ ഒരു 1-2 ആളുകൾ ഇരിക്കുന്നതേ ഉള്ളൂ. ഈ ഡിട്രോയിറ്റ് എവിടെ എന്നുള്ളതായി പിന്നത്തെ എൻ്റെ ആശങ്ക. കാരണം ഈ ട്രെയിൻ 1.5 മണിക്കൂറോ 1.25 മണിക്കൂറോ വൈകി ഓടിക്കൊണ്ടിരിക്കുക. കറക്റ്റ് 12:30 എത്തുന്നതാണ് സാധാരണഗതിയിലാണെങ്കിൽ ഡിട്രോയിറ്റ് സ്റ്റേഷൻ. അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും സ്റ്റേഷൻ കണ്ടുപിടിക്കുന്നത്. കാരണം ഈ യൂറോപ്പിലെ പല ട്രെയിനുകളിലും അല്ലെങ്കിൽ വികസിത രാജ്യങ്ങളിലെ ട്രെയിനുകളിലൊക്കെ ഇപ്പോൾ ഈ ബോഗിക്കുള്ളിൽ ഒരു ബോർഡിൽ എഴുതി വരും നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സ്റ്റേഷൻ ഇന്നതാണെന്ന്. ഇതിൽ അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല. അപ്പം എനിക്ക് കൺഫ്യൂഷനായി. കുറേ കഴിഞ്ഞ് 12:30 കഴിഞ്ഞ് 1 മണി കഴിഞ്ഞാൽ നേരമായപ്പോഴും 1 മണിക്കൂറാണ് വൈകിയതെന്ന് എനിക്കറിയാം, 1-1.25 മണിക്കൂർ. പക്ഷേ ഈ ഓട്ടത്തിൽ ഇത് വൈകിയോ അതോ നേരത്തെ ആയോ ഇതൊന്നും നമുക്കറിയില്ലല്ലോ. കുറേ കഴിഞ്ഞപ്പോൾ ട്രെയിൻ ഒരു പാലത്തിൽ
കൃത്യമായി ഞാൻ കാണുന്നുണ്ട്, ഒരു പാലത്തിൽ കുറേ നേരം നിർത്തിയിട്ടിരിക്കുന്നു. അതിൻ്റെ താഴെ കൂടെ കാറുകളും മറ്റു വാഹനങ്ങളും കടന്നു പോകുന്നുണ്ട്. അത് ഒരു നഗരത്തിൻ്റെ ഭാഗം പോലെയാണ്. കുറച്ച് അകലെ നല്ല വെളിച്ചം കാണാം. നഗരത്തിൻ്റെ ഒരു പ്രധാന ഭാഗം അവിടെയായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ട്രെയിൻ ഏതോ ഒരു സ്റ്റേഷൻ്റെ ഔട്ടറിൽ പിടിച്ചിടുക എന്ന് നമ്മൾ പറയുന്ന പോലെ പിടിച്ചിട്ടിരിക്കുകയാണ് എന്ന് എനിക്ക് തോന്നി. ഒരു 2 മിനിറ്റ് അവിടെ ട്രെയിൻ 2-3 മിനിറ്റ് അവിടെ നിന്നു. വീണ്ടും ട്രെയിൻ ഓടിത്തുടങ്ങി. അടുത്തത് ഡിട്രോയിറ്റ് സ്റ്റേഷൻ എന്ന് ഞാൻ കരുതി. കാരണം ഏതാണ്ട് വലിയൊരു നഗരത്തിൻ്റെ ഒരു വെളിച്ചം, 1 മണി കഴിഞ്ഞു പുലർച്ചെ, ആ നഗരത്തിൻ്റെ ഒരു വെളിച്ചം ഇങ്ങനെ അന്തരീക്ഷത്തിൽ പടരുമല്ലോ, അതുണ്ട്. അപ്പോൾ അടുത്ത സ്ഥലത്ത് ഇറങ്ങാനായി ഞാൻ ബാഗുമായിട്ട് നിൽക്കുന്നു. ട്രെയിൻ ആ പട്ടണത്തിൻ്റെ പരിസരത്ത് എങ്ങും നിൽക്കുന്നേയില്ല, ഓടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഡിട്രോയിറ്റ് എത്തിയിട്ടില്ല. അപ്പോൾ ഇത്തിരി കഴിഞ്ഞപ്പോൾ ഈ ട്രെയിനിലെ ഒരു ജീവനക്കാരൻ അതിലേക്ക് കടന്നുപോയി. അത് പോലീസുകാരനാണ്, റെയിൽവേ പോലീസാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ഡിട്രോയിറ്റ് സ്റ്റേഷനിലേക്ക് ഇനി എത്ര ദൂരം ഉണ്ടാവും? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഡിട്രോയിറ്റ് സ്റ്റേഷൻ ഒരു 10 മിനിറ്റ് മുമ്പ് കഴിഞ്ഞു പോയല്ലോ. ഓ ശരി. ഞാൻ വല്ലാണ്ടായി. കാരണം പാതിരാത്രി കഴിഞ്ഞ നേരം, ഇനി അടുത്തത് എവിടെ നിർത്തും? ഞാൻ ചോദിച്ചു, ഇനി ഏതാണ് അടുത്ത സ്റ്റോപ്പ്? എനിക്ക് ഡിട്രോയിറ്റിലാണ് ഇറങ്ങേണ്ടിയിരുന്നത്. ഡിട്രോയിറ്റിലാണ് ഇതിനു മുമ്പത്തെ സ്റ്റോപ്പ് നിർത്തിയത്. പാലം പോലെ കണ്ടത്. പാലം പോലെ കണ്ടത്. അതിൻ്റെ മറ്റേ സൈഡിൽ നമുക്ക് ഇറങ്ങാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു, അത് ഞാൻ കണ്ടില്ല. ഈ പാലം പോലുള്ള ഭാഗത്തിൻ്റെ മറുവശത്ത് ഒരു വീതിയുള്ള ഇറങ്ങാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു അത്രേ. അത് ശരി. ഏതായാലും അദ്ദേഹം പറഞ്ഞു, ഇനി അടുത്തതായി ഒരു സ്റ്റേഷനിലേക്ക് വണ്ടി എത്തുകയാണ്, റോയൽ ഓക്ക് സ്റ്റേഷൻ വരും, അവിടെ ഇറങ്ങുക. ഇറങ്ങി ഒരു ടാക്സി വിളിച്ച് ഈ പാതിരാത്രി കഴിഞ്ഞ നേരത്ത് നിങ്ങൾ ഇനി ഡിട്രോയിറ്റിലേക്ക് പോവുക, അതേ സാധ്യതയുള്ളൂ. അപ്പോഴേക്കും ട്രെയിൻ സ്പീഡ് കുറച്ചിരിക്കുന്നു. ഞാൻ ആ സ്റ്റേഷനിൽ ചാടി ഇറങ്ങി. കുറേ ആളുകൾ അവിടെ ഇറങ്ങുന്നുണ്ട്. തൊട്ടടുത്ത 1-2 സ്റ്റേഷനൂടെ കഴിഞ്ഞാൽ പോണ്ടിയാക്കാണ് സ്റ്റേഷൻ, ഈ ട്രെയിനിൻ്റെ അവസാന സ്റ്റേഷൻ. ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഒരു ടാക്സി കാർ അവിടെ കിടക്കുന്നുണ്ട്, ഒരൊറ്റ കാറ്. വലിയൊരു സ്റ്റേഷനൊന്നുമല്ല, പ്ലാറ്റ്ഫോം പോലും കാര്യമായിട്ടില്ല, ഒരു കവേർഡ് പ്ലാറ്റ്ഫോമും അല്ല. അതിലൂടെ പുറത്തിറങ്ങി ചെല്ലുമ്പോൾ ഒറ്റ കാർ കിടക്കുന്നുണ്ട്. അപ്പം ഈ വീതി കുറഞ്ഞൊരു പാതയാണ് ഈ പൊതു നിരത്തിലേക്ക് ഈ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങി ചെല്ലുന്നത്. അതായത് ഒരാൾക്ക് നടന്നു പോകാവുന്ന പാത. എൻ്റെ മുമ്പിൽ ഒരു 8 പേര് 10 പേര് നടക്കുന്നുണ്ട്. ഒരു കാർ അവിടെ കിടക്കുന്നത് എനിക്ക് കാണാം. ഈ ആളുകളെ മറികടന്ന് തള്ളി മാറ്റി മുമ്പിൽ കയറി പോയെങ്കിൽ മാത്രമേ എനിക്ക് ആ കാറ് കിട്ടൂ. അതൊരു മര്യാദകേടാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഈ പോകുന്ന 10 പേരിൽ ഒരാളും ദൈവമേ ആ ടാക്സി വിളിക്കരുതേ. കാരണം ആ ടാക്സി പോയാൽ ഞാൻ ആ തെരുവിൽ കാത്തിരിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല. ഭാഗ്യവശാൽ ഞാനിങ്ങനെ ഓരോ ആളും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ടാക്സിയുടെ നേരെ തിരിയരുതേ എന്ന് പ്രാർത്ഥിച്ച് ഞാനങ്ങനെ നിൽക്കുമ്പോൾ ബാക്കി 10 പേരും പല വഴിക്ക് പിരിഞ്ഞു പോയി. ഞാൻ ചെന്നു, ആ ടാക്സിക്കാരനെ അവിടെ ഞാൻ പറഞ്ഞു, എനിക്ക് ഡിട്രോയിറ്റിലേക്ക് പോകണം, അവിടുത്തെ ഇന്ന ഹോട്ടലിൽ പോകണം, എനിക്ക് സ്റ്റേഷൻ മിസ്സായിപ്പോയി. അയാൾ പറഞ്ഞു, ഇവിടുന്ന് ഒരു 12 മൈലേ ഉള്ളൂ, അതായത് ഒരു 16-18 കിലോമീറ്ററേ ഉള്ളൂ, നമുക്ക് പോകാം. അങ്ങനെ അയാളുടെ കൂടെ ഞാൻ സെൻറ്റ് റീഗീസ് എന്ന് പറയുന്ന ഹോട്ടലിൽ ചെന്നു. അത് ഈ സഞ്ചാരത്തിൽ കാണിക്കാത്ത ഒരു സംഭവമാണ് ശരിക്കും. കാരണം ഈ പകപ്പിനിടയിൽ ഈ സ്റ്റേഷൻ മാറിപ്പോയതും ഈ റോയൽ ഓക്ക് സ്റ്റേഷനിൽ വന്നിറങ്ങിയതും ഒന്നും എനിക്ക് ചിത്രീകരിക്കാൻ കഴിഞ്ഞില്ല. പകപ്പിനിടയിൽ അങ്ങനെ ചിത്രീകരിക്കാൻ പറ്റും? പകപ്പ് മാത്രമല്ലല്ലോ, ഒരു ടാക്സി കൂടി കിട്ടിയില്ലെങ്കിൽ അവസ്ഥ എന്നല്ല ശരിക്കും. ഏതായാലും അയാൾ ഏതാണ്ട് $15-16 മാത്രമേ എൻ്റെ അടുത്ത് വാങ്ങിയുള്ളൂ. ഞാൻ വിചാരിച്ചു ഇത് വലിയൊരു തുക അയാൾ ചാർജ് ചെയ്യും എന്ന്. അങ്ങനെ ആ പാതിരാത്രിയിൽ ലോക കാർ വ്യവസായത്തിൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഡിട്രോയിറ്റിൽ എത്തിച്ചേർന്നില്ലേ? അതെ. ആ ഡിട്രോയിറ്റിൻ്റെ വിശേഷങ്ങളെക്കുറിച്ച്, അവിടുത്തെ ഇന്നത്തെ കാഴ്ചകളെക്കുറിച്ച്, അത്ഭുതപ്പെടുത്തുന്ന പരിസ്ഥിതികളെക്കുറിച്ചൊക്കെ അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കാണാം. അതുവരെ വിടാം. നന്ദി.